നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയയാൾ അറസ്റ്റിൽ. കുണിയ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലയിൽ ദുരിതപ്പെയ്ത്തിൽ വ്യാപക നാശനഷ്ടം. മലയോര മേഖലകളിൽ ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശം. പഞ്ഞമാസത്തിന്റെ ദോഷങ്ങൾ അകറ്റാൻ വടക്കേ മലബാറിലെ വീടുകളിൽ കർക്കടക തെയ്യങ്ങൾ എത്തി. ഗ്രാമവഴികളിൽ നടന്നുവരുന്ന കുട്ടിത്തെയ്യങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകം. കാസർഗോഡ് പെർള അടുക്കയിൽ പിതാവിന്റെ മരണത്തിന് പിന്നാലെ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പിതാവിന്റെ വിയോഗം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തതെന്ന് സംശയം. മൊബൈൽ ഫോൺ നിരക്ക് വർധനയിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹൊസങ്കടി ദേശീയപാത മേൽപ്പാലത്തിന് സമീപം നിർമ്മിച്ച സർവീസ് റോഡ് ആദ്യ മഴയിൽ തന്നെ തകർന്നു. കരാർ കമ്പനിക്കെതിരെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയയാൾ അറസ്റ്റിൽ. കുണിയ സ്വദേശി മുഹമ്മദ് കുഞ്ഞാണ് അറസ്റ്റിലായത്. മാലോം സ്വദേശിയായ യുവതിക്ക് നേരെ കഴിഞ്ഞ ദിവസമാണ് ബസ് യാത്രയ്ക്കിടെ നഗ്നതാ പ്രദർശനം നടന്നത്. ബേക്കൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ആളെ പോലീസ് പിടികൂടി. കാസർഗോഡ് കുണിയ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയെയാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:40-നും 2:30-നുമിടയിലായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. 6 വയസ്സുള്ള മകളുമായി കാഞ്ഞങ്ങാട്ട് നിന്നും പാലക്കുന്നിലേക്ക് ബസ് കയറിയ യുവതിക്ക് നേരെയായിരുന്നു പ്രതിയുടെ അതിക്രമം. സീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന യുവതിക്ക് നേരെ മറുവശത്തിരിക്കുകയായിരുന്ന മുഹമ്മദ് കുഞ്ഞി നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. സംഭവം കാണാതിരിക്കുവാൻ മടിയിലിരുന്ന മകളുടെ മുഖം തിരിച്ചു പിടിച്ച യുവതി കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ ക്യാമറയുടെ പിൻഭാഗം യുവാവിന് നേരെയാക്കി ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. കണ്ടക്ടർ പിറകിലെ സീറ്റിലായിരുന്നതുകൊണ്ട് വിളിച്ച് വിവരം പറയുവാൻ കഴിഞ്ഞിരുന്നില്ല. 4 മിനിറ്റോളം വീഡിയോ പകർത്തിയ ശേഷം ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ബസ് കയറ്റുവാൻ പറയാൻ കണ്ടക്ടറെ വിവരമറിയിക്കുവാൻ ശ്രമിച്ചപ്പോഴേക്കും ഇയാൾ ബേക്കൽ സ്റ്റോപ്പിൽ ഇറങ്ങി രക്ഷപ്പെട്ടു. മൊബൈൽ ഫോണിൽ പകർത്തിയ ഇയാളുടെ ദൃശ്യങ്ങൾ യുവതി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തു. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മുഹമ്മദ് കുഞ്ഞിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ദുരിതപ്പെയ്ത്തിൽ വ്യാപക നാശനഷ്ടം. മലയോര മേഖലകളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശവും ഉണ്ടായി. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ 4 ദിവസമായി അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കരിന്തളത്ത് ചൊവ്വാഴ്ച വെളുപ്പിനുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടമുണ്ടായി. 2 വീടുകൾക്ക് മുകളിൽ മരം പൊട്ടിവീണു. വീട്ടുകാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. കരിന്തളം വള്ളിയിൽ വീട്ടിൽ രാജീവൻ, വരയിൽ വീട്ടിൽ ലക്ഷ്മി എന്നിവരുടെ വീടിനു മുകളിലാണ് മരം പൊട്ടിവീണത്. രാജീവിന്റെ വീടിന് മുൻപിലുള്ള റോഡിന് എതിർവശത്തുള്ള മരം കടപുഴകി റോഡിനു കുറുകെയുള്ള വീടിന്റെ മുകൾ ഭാഗത്തെ വീഴുകയായിരുന്നു. ലക്ഷ്മിയുടെ വീടിന് തൊട്ടടുത്തുള്ള പറമ്പിലെ മരത്തിന്റെ വലിയ കൊമ്പ് അടുക്കളയുടെ മുകളിലാണ് വീണത്. അടുക്കളയുടെ ഷീറ്റ് തകർന്നതിനെ തുടർന്ന് മഴവെള്ളം അടുക്കളയിലേക്ക് വീഴുന്ന നിലയിലാണ്. പാലിലുട്ടിയിലെ KP നളിനി, അപ്പു കരിയാപ്പിൽ, KP ആണ്ടിപ്പെരിയങ്ങാനം, മോഹനൻ K കരിന്തളം, മുതുക്കുറ്റിയിലെ ബാബു ഫിലിപ്പ് എന്നിവരുടെ പറമ്പിലെ റബ്ബർ, കവുങ്ങ്, തെങ്ങ്, തേക്ക് എന്നിവ വ്യാപകമായി നശിച്ചു. ഈ പ്രദേശങ്ങളിലെ വൈദ്യുതി ലൈനിന്റെ മുകളിലും മരം പൊട്ടി വീണതുകൊണ്ട് വൈദ്യുതി വിതരണം നിലച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സൗത്തിൽ ആൾട്ടോ കാറിന് മുകളിൽ തെങ്ങ് വീണ് അപകടമുണ്ടായി. നിർത്തിയിട്ട കാറിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴ കനത്തതോടെ വീടുകളിൽ കിണർ ഇടിഞ്ഞു താഴുന്നത് തുടരുന്നു. 5-ാം ദിവസവും ശക്തമായി തുടരുന്ന മഴയിൽ പയ്യന്നൂർ അന്നൂരിൽ വീട്ടുകിണർ ഇടിഞ്ഞു താണു. അന്നൂർ പടിഞ്ഞാറേക്കരയിൽ കുണ്ടുവളപ്പിൽ നാരായണിയുടെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. മഴ കനത്തതോടെ വീടുകളിൽ കിണർ ഇടിഞ്ഞു താഴുന്നത് തുടരുന്നു.
5-ാം ദിവസവും ശക്തമായി തുടരുന്ന മഴയിൽ പയ്യന്നൂർ അന്നൂരിലെ വീട്ടുകിണർ ഇടിഞ്ഞു താണു. അന്നൂർ പടിഞ്ഞാറേക്കരയിൽ കുണ്ടുവളപ്പിൽ നാരായണിയുടെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ശക്തമായ കാറ്റിൽ കേളോത്ത് 2 വീടുകൾക്ക് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. കേളോത്തി തൈവളപ്പിൽ സുരേന്ദ്രന്റെയും ഓലക്കാരത്തി നാരായണിയുടെയും വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ആളപായമില്ല. കേളോത്ത് റെയിൽവേ ഗേറ്റ് ഷാദുലി ജുമാ മസ്ജിദ് മദ്രസ കെട്ടിടത്തിന്റെ ഷീറ്റ് താഴെ വീഴുകയും കെട്ടിടത്തിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീഴുകയും ചെയ്തു. നഗരസഭ റവന്യൂ അധികൃതർ അപകടം നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചു. തൃക്കരിപ്പൂർ മേഖലയിലും കാറ്റും മഴയും ദുരിതമുണ്ടാക്കി. തീരമേഖലയിലെ കേന്ദ്രങ്ങൾ വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ്. മെട്ടമ്മൽ, മധുരങ്കൈ, വയലോടി, വെള്ളാപ്പ്, മണിയനൊടി, ആയിറ്റി തുടങ്ങിയ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. പലയിടത്തും മരങ്ങൾ മുറിഞ്ഞും കടപുഴകി വീണ് നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മെട്ടമ്മൽ മധുരങ്കൈയിലെ പൈലിച്ചി ഭാനുമതിയുടെ വീട്ടിൽ വെള്ളം കയറി. വീട്ടിലെ തെങ്ങും മാവും കടപുഴകി വീണു. ആളപായമില്ലാതെ രക്ഷപ്പെട്ടതിൽ ആശ്വസിക്കുകയാണ് കുടുംബം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പഞ്ഞമാസത്തിന്റെ ദോഷങ്ങൾ അകറ്റാൻ വടക്കേ മലബാറിലെ വീടുകളിൽ കർക്കടക തെയ്യങ്ങളെത്തി. ഗ്രാമവഴികൾ ചിലങ്കകൾ കിലുക്കി നടന്നുവരുന്ന കുട്ടിത്തെയ്യങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. നിറഞ്ഞു പെയ്യുന്ന മഴയത്ത് വടക്കേ മലബാറിൽ വീടുകൾ തോറും കയറിയിറങ്ങുകയാണ് കർക്കിടക തെയ്യങ്ങൾ. തിമിർത്തു പെയ്യുന്ന മഴയും ദുരിതങ്ങളും രോഗപീഠ വേറെയും ഇവയ്ക്കൊക്കെ ആശ്വാസമാകുമെന്ന വിശ്വാസവും പ്രതീക്ഷയുമായി കുട്ടിത്തെയ്യങ്ങൾ ദേശാടനം ആരംഭിച്ചു. തെയ്യത്തിന്റെ നാട്ടിൽ കുട്ടിത്തെയ്യങ്ങളുടെ കാലം കൂടിയാണിത്. വടക്കേ മലബാറിൽ കർക്കിടകത്തിൽ ആദിവ്യാധികൾ അകറ്റി ഐശ്വര്യപൂർണമായ ചിങ്ങത്തെ വരവേൽക്കാൻ ആടിവേടൻ തെയ്യം വീടുകളിലെത്തുകയാണ്. ശിവപാർവതി സങ്കല്പമാണ് ആടിവേടന്റെ ഐതിഹ്യം. ഒറ്റവേഷത്തിലും ഇരട്ടവേഷത്തിലും ആടിവേടൻ വീടുകളിലെത്തുന്നു. അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഒറ്റവേഷം. ആടി എന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയ സമുദായത്തിലെ കുട്ടികളുമാണ്. ആടിവേടൻ ചെണ്ടയുടെയും തോറ്റംപാട്ടിന്റെയും അകമ്പടിയോടെയാണ് എത്തുന്നത്. തെയ്യം രാവിലെ ഒരു ദേശത്തെത്തിയാൽ അവിടെയുള്ള ക്ഷേത്രം, ദേവസ്ഥാനം, കാവുകൾ എന്നിവയിൽ ഏതെങ്കിലും ഒരിടത്താണ് ആദ്യം ചെണ്ട കൊട്ടിയാടുക. തുടർന്നാണ് വീടുകളിൽ കയറിയിറങ്ങുന്നത്. തെയ്യങ്ങൾ നടന്നുവരുന്ന കാൽച്ചിലങ്ക കിലുക്കവും അയൽ വീട്ടുമുറ്റത്ത് നിന്ന് ചെണ്ടമേളവും തോറ്റംപാട്ടും ഉയരുന്നതും കേട്ടാൽ അടുത്ത വീട്ടിലും തെയ്യത്തെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കമാകും. പിന്നെ പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തി വിശ്വാസികൾ ആടിവേടനെ കാത്തിരിക്കും. ചെണ്ടയ്ക്കൊപ്പം കയ്യിലുള്ള മണിയുടെ താളത്തിൽ തെയ്യം ചുവടുവയ്ക്കും. തെയ്യം ആടിയ ശേഷം വീട്ടിലെ സ്ത്രീകൾ ഗുരുസിവെള്ളവും കത്തിച്ച തിരിയുമായി മുറ്റത്തെത്തും. തളികയും തിരിയും വടക്കൂട്ട് 3 പ്രാവശ്യം ഒഴിഞ്ഞുമറിക്കും. ഇതോടെ ദോഷങ്ങൾ പടിയിറങ്ങിയെന്നാണ് വിശ്വാസം. ഇപ്പോൾ തെയ്യാടുന്നത് കർക്കിടക തെയ്യാണ്. കർക്കിടക മാസത്തിലെ ആദ്യം വ്യാധി മാറ്റി ദുരിതകളെ അകറ്റി വീടുകളിൽ പുതിയ ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെയ്യം കൊണ്ടാടുന്നത്. കർക്കിടകം 1 മുതൽ ചിങ്ങം 1 വരെയാണ് അള്ളടമുക്കാൽ നാട്ടിനകത്ത് മടിയൻ ക്ഷേത്രപാലകൻ്റെ ഈ ദേശപരിധിയിൽ തെയ്യാടുന്നത്. ഇപ്പം 1-ന് ശ്രീ കുറുമ്പയിലാണ് അവസാനം. പിന്നെ സംക്രമത്തിന് 3 തെയ്യം ഒന്നിക്കുന്നത് മടിയൻകുലത്താണ്. അത് കഴിഞ്ഞാൽ 1-ാം തീയതി കടപ്പുറം കുറുമ്പാവതി ക്ഷേത്രത്തിൽ ആടിയിട്ട് തെയ്യാട്ടത്തിന് സമാപനം കൊള്ളും. ആടിവേടന് ദക്ഷിണയായി പണവും നെല്ലും തേങ്ങയും നൽകും. പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ച് നാടിന്റെ ക്ഷേമത്തിനായി കർക്കിടകം 31 വരെ ഓരോ വീടുകളിലും കൈമടികളും കിലുക്കി കുട്ടിത്തെയ്യമെത്തും. ആദികളും വ്യാധികളും അകറ്റാൻ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് പെർള അടുക്കയിൽ പിതാവിന്റെ മരണത്തിന് പിന്നാലെ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അടുക്ക സ്വദേശി യതീഷിന്റെ മൃതദേഹമാണ് കിണറ്റിൽ കണ്ടെത്തിയത്. പിതാവിന്റെ വിയോഗം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തതാണെന്ന് സംശയിക്കുന്നു. യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെർള അടുക്ക സ്വദേശി യതീഷിനെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രി യതീഷിന്റെ പിതാവ് ഈശ്വര നായക് മരണപ്പെട്ടിരുന്നു. അച്ഛന്റെ വേർപാട് താങ്ങാൻ കഴിയാതെ യതീഷ് ആത്മഹത്യ ചെയ്തതായിരിക്കുമെന്ന് സംശയിക്കുന്നു. തിങ്കളാഴ്ച ഈശ്വര നായിക്കിന്റെ ശവസംസ്കാര ക്രിയകൾക്ക് യതീഷിനെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് മറ്റു മക്കളുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ സംസ്കാരം നടന്നു. തുടർന്നും യതീശൻ വീട്ടിലെത്താത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിൽ യതീശന്റെ ഫോൺ കെതക്കാറിൽ റോഡ് സൈഡിൽ കണ്ടെത്തുകയും അതിനടുത്തുള്ള കിണറ്റിൽ യതീശന്റെ ജഡവും കണ്ടെത്തുകയുമായിരുന്നു.
ഈശ്വരനായിക്കിന്റെ ഭാര്യ 2 വർഷം മുൻപ് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം രോഗബാധിതനായിരുന്ന ഈശ്വരനായിക്കിന്റെ പരിചരണത്തിൽ യതീശൻ ശ്രദ്ധാലുവായിരുന്നു. ഇടയ്ക്ക് കൂലിപ്പണിക്കും പോകുമായിരുന്നു. സഹോദരൻ പുരുഷോത്തമൻ പെയിന്റിംഗ് തൊഴിലാളിയാണ്. ഇരുവരും അവിവാഹിതരുമാണ്. മറ്റൊരു സഹോദരൻ പുറത്തെവിടെയോ ആണ്. 2 സഹോദരിമാർ വിവാഹിതരാണ്. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഒരു വീട്ടിലുണ്ടായ 2 മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊബൈൽ ഫോൺ നിരക്ക് വർധനയിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കുമ്പളയിൽ നടന്ന പ്രതിഷേധം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നസറുദ്ദീൻ മലങ്കര ഉദ്ഘാടനം ചെയ്തു. നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച സ്വകാര്യ ടെലികോം കമ്പനികളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ യുവജനങ്ങൾ പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു. കുമ്പളയിൽ നടന്ന പ്രതിഷേധം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നസറുദ്ദീൻ മലങ്കര ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സൈനുൽ ഹൈറാസ്, അഡ്വക്കേറ്റ് രഞ്ജിത, സച്ചിൻ ബാഡൂർ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SSF മുളിയാർ സെക്ടർ സാഹിത്യോത്സവ് ആലൂർ മർഹൂം സയ്യിദ് KC മുഹമ്മദ് കുഞ്ഞി തങ്ങൾ നഗറിൽ സമാപിച്ചു. 9 യൂണിറ്റുകളിൽ നിന്നായി 200ഓളം പ്രതിഭകൾ മാറ്റുരച്ചു. സാഹിത്യോത്സവിൽ തുടർച്ചയായി 2ാം തവണയും ആലൂർ യൂണിറ്റ് ചാമ്പ്യന്മാരായി. SSF മുളിയാർ സെക്ടർ സാഹിത്യോത്സവ് സമാപിച്ചു. 406 പോയിന്റ് നേടി സാഹിത്യോത്സവിൽ തുടർച്ചയായി 2ാം തവണയും ആലൂർ യൂണിറ്റ് ചാമ്പ്യന്മാരായി. മസ്തിക്കുണ്ട് യൂണിറ്റിന് 2ാം സ്ഥാനവും ബോവിക്കാനം യൂണിറ്റ് 3ാം സ്ഥാനവും സ്വന്തമാക്കി. 9 യൂണിറ്റുകളിൽ നിന്നായി 200ഓളം പ്രതിഭകൾ മാറ്റുരച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണ മാഷ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യവും കലയും ഉള്ളിടത്ത് ഒരിക്കലും സംഘർഷത്തിനും കലാപത്തിനും ഇടമുണ്ടാകില്ലെന്നും SSFന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകാപരമാണെന്നും ഉണ്ണികൃഷ്ണ മാഷ് പറഞ്ഞു. സമാപന സംഗമം കബീർ ഹിമമി സഖാഫി ബോവിക്കാനം ഉദ്ഘാടനം ചെയ്തു. സവാദ് TK അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് മൂലടുക്കം, അബ്ദുള്ള അപ്പോളോ, ഹനീഫ് സഖാഫി, അലി സുഹരി, അബ്ദുൽ അമാഷ്, ഇസ്മായിൽ MK, റൌഫ് ഹിമമി സഖാഫി, തബ്ഷീർ ബോവിക്കാനം, സിനാൻ, നിസാം ബോവിക്കാനം, ഹനീഫ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഖുറാൻ പഠനങ്ങളുടെ വ്യത്യസ്ത തലങ്ങളിൽ സ്പർശിച്ച് തർത്തീൽ ഹോളി ഖുറാൻ പ്രീമിയോ സംസ്ഥാന സംഗമത്തിന് ബുധനാഴ്ച കാസർഗോഡ് മുഹമ്മദ് വേദിയാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ വിഭാഗങ്ങളിൽ ഖുറാൻ പാരായണം, ഹിഫ്ള്, ഖുറാൻ ക്വിസ്, ഖുറാൻ പ്രഭാഷണം, ബയാനെ ഖുറാൻ, ഖുറാൻ ടെസ്റ്റ്, ഖുറാൻ ടോക്ക് മത്സരങ്ങളും ഖുറാൻ ഉയർത്തിയ വിവിധ പ്രമേയങ്ങളെ അധികരിച്ചുള്ള അവതരണങ്ങളും തർത്തീൽ 24 നടക്കും. ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി പ്ലാനിംഗ് ഡീനും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബ് സ്റ്റഡീസ് ഹെഡുമായ പ്രൊഫസർ സയ്യിദ് ജഹാംഗീർ തർത്തീൽ ഉദ്ഘാടനം ചെയ്യും. ഖുറാൻ വിശകലനങ്ങളുടെ രീതി സങ്കേതങ്ങൾ, പണ്ഡിത വഴികൾ എന്ന വിഷയത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ പ്രബന്ധം അവതരിപ്പിക്കും. സാമൂഹിക നിർമ്മിതി, മനുഷ്യനെ സ്പർശിച്ച ആലോചനകളും നിലപാടുകളിലെ സൗന്ദര്യവും അടിസ്ഥാനമാക്കിയുള്ള പഠന സെഷന് NM സാദിഖ് സഖാഫി നേതൃത്വം നൽകും. ഖുറാൻ പഠിതാക്കളുടെ ജീവിതം, ജ്ഞാനം, വ്യവഹാരം എന്ന വിഷയത്തിൽ ഡോക്ടർ അബ്ദുൽ ഗഫൂർ അസ്ഹരി പ്രഭാഷണം നടത്തും. യൂണിറ്റ് മുതൽ ദേശീയതലം വരെ 7 ഘട്ടങ്ങളിലാണ് തർത്തീൽ മത്സര പരിപാടികൾ നടക്കുന്നത്. ജില്ലാ മത്സര വിജയികളാണ് കാസർഗോഡ് മാറ്റുരയ്ക്കുന്നത്. തർത്തീൽ ഹോളി ഖുറാൻ പ്രീമിയോ ദേശീയ മത്സരങ്ങൾക്കും പഠനങ്ങൾക്കും ജൂലൈ 27, 28 തീയതികളിൽ ഡൽഹി വേദിയാകും. സമാപന സംഗമം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് BS അബ്ദുള്ള കുഞ്ഞി ഫൈസി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ നടക്കുന്ന പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ പതാക ഉയർത്തും. ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി പ്ലാനിംഗ് ഡീനും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബ് സ്റ്റഡീസ് ഹെഡുമായ പ്രൊഫസർ ജഹാംഗീർ തർത്തീൽ ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന പ്രസിഡന്റ് ഫിർദോസ് സുറൈജി സഖാഫി അധ്യക്ഷനാകും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസനുൽ അഹദൽ, സുലൈമാൻ കരിവള്ളൂർ, അബ്ദുറഹ്മാൻ അഹ്സനി, സുന്നി യുവജന സംഘം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ, മുഹമ്മദ് അനസ് അമാനി സംസാരിക്കും. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ, SSF കേരള ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് അഹമ്മദ് മുനീർ അഹ്ദൽ അഹ്സനി, SSF കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് നാംഷാദ്, മുഹമ്മദ് കുഞ്ഞി ഉള്ളുവാർ, റയീസ് മുയിനി, ബാദുഷാ ഹാദി സഖാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KMCC സമാനതകളില്ലാത്ത കാരുണ്യ കൂട്ടായ്മയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ അധ്യക്ഷനായ ശേഷം നാട്ടിലെത്തിയ സലാം കന്യപ്പാടിക്ക് നൽകിയ ജന്മനാടിന്റെ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KMCC സമാനതകളില്ലാത്ത കാരുണ്യ കൂട്ടായ്മയാണെന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. കാരുണ്യ സേവന രംഗത്ത് മലയാളികൾക്കും രാജ്യത്തിനും അഭിമാനമായി വിവിധ രാജ്യങ്ങളിലും നിരവധി സംസ്ഥാനത്തുമായി വ്യാപിച്ചു കിടക്കുന്ന KMCCയുടെ പ്രവർത്തനം അത്ഭുതപ്പെടുത്തുന്നതാണെന്നും KMCC നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. താനടക്കമുള്ള UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തിന് KMCC നാട്ടിലും പ്രവാസ ലോകത്തും ചെയ്ത പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗിന്റെ സ്നേഹാദരവ് കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് സമ്മാനിച്ചു. ബദിയടുക്ക UDF ചെയർമാൻ അൻവർ ഓസോൺ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, KPCC സെക്രട്ടറി നീലകണ്ഠൻ, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി, കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മാഹിൻ കേളോട്ട്, ജനറൽ സെക്രട്ടറി TM ഇക്ബാൽ, കരിവെള്ളൂർ വിജയൻ, നാഷണൽ അബ്ദുള്ള, UDF കാസർഗോഡ് മണ്ഡലം കൺവീനർ ഖാലിദ്, ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത B, UDF ബദിയടുക്ക പഞ്ചായത്ത് കൺവീനർ ശ്യാം പ്രസാദ്, ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹമീദ് ഗോളിയടുക്ക, സെക്രട്ടറി റസാഖ്, മുസ്ലിം ലീഗ് ബദിയടുക്ക പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുള്ള ചാലക്കര, കോൺഗ്രസ് നേതാക്കളായ നാരായണ മണിയാണി, ഷാഫി ഗോളിയടുക്ക, ഖാദർ മാന്യ തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഹൊസങ്കടി ദേശീയപാത മേൽപ്പാലത്തിന് സമീപം നിർമ്മിച്ച സർവീസ് റോഡ് ആദ്യ മഴയിൽ തന്നെ തകർന്നു. ഇതിനു പുറമെ റോഡിന് കുറുകെ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിക്കും വിള്ളലുണ്ടായിട്ടുണ്ട്. ഇതോടെ കരാർ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായി ദേശീയപാത സമരസമിതി രംഗത്തെത്തി. തലപ്പാടി ചെങ്കള റീച്ചിൽ അതിവേഗമാണ് ദേശീയപാത വികസന പ്രവൃത്തി പുരോഗമിച്ചത്. പൂർത്തിയായ മുറയ്ക്ക് ഗതാഗതത്തിനായി ദേശീയപാതയും സർവീസ് റോഡും തുറന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ തുറന്നു നൽകിയ സർവീസ് റോഡിൽ ഹൊസങ്കടി ദേശീയപാത മേൽപ്പാലത്തിന് സമീപമുള്ള ഭാഗമാണ് ആദ്യ മഴയിൽ തന്നെ തകർന്നത്. ഇതിനു പുറമെ റോഡിന് കുറുകെ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിക്കും വിള്ളലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം അപകടാവസ്ഥയിലാണ്. ഇതോടെ കരാർ കമ്പനിയായ ULCCക്കെതിരെ പ്രതിഷേധവുമായി ദേശീയപാത സമരസമിതി രംഗത്തെത്തി. വൻ തുകയ്ക്ക് കരാറെടുത്ത് കാഴ്ചയിൽ മാത്രം ആകർഷകമായി കാണത്തക്ക വിധം റോഡ് നിർമ്മിച്ചതാണെന്നുള്ള ആരോപണം സമരസമിതി ഉയർത്തുന്നു. നിർമ്മാണം പൂർത്തിയായി ആദ്യ മഴയിൽ തന്നെ റോഡ് തകർന്നിട്ടുണ്ടെങ്കിൽ മോശമായ പ്രവൃത്തിയായിരിക്കും നടന്നിട്ടുണ്ടാകുകയെന്നും സമരസമിതി ആരോപിച്ചു. മഴക്കാലത്തിന് മുൻപ് തന്നെ റോഡ് പരിസരം വിണ്ടുകീറിയ നിലയിലായിട്ടും പ്രദേശവാസികൾ തദ്ദേശ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലെന്നും ദേശീയപാത സമരസമിതി ആരോപിച്ചു. ഹൊസങ്കടി സംബന്ധിച്ചിടത്തോളം ഈ സർവീസ് റോഡ് പിളർപ്പിലേക്കാണ് പോകുന്നത്. ഒരു 4 ഫീറ്റ് അങ്ങോട്ട് ചരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ആശങ്ക തന്നെ. താഴെ എക്സ്പ്രസ് വേ ആണ്. വെഹിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ ഒരു സാധനം അങ്ങോട്ട് വീണാൽ വലിയ അപകടം വരുന്ന സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ അപകടം ഇതിനെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരമായ നിവേദനമാണ് അവർക്കിപ്പോഴും ഞങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ എന്തുണ്ടായാലും ULCCൻ്റെ എഞ്ചിനീയർമാർ ഇവിടുത്തെ മണ്ണിൻ്റെ പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്കറിയുന്നത്. ഇവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം അങ്ങനെ ചേടി മണ്ണാണ്. ഇവിടെ പിന്നെ നല്ല സ്ട്രോങ്ങായ ഇവിടെ കോൺക്രീറ്റ് നടത്തിയിട്ടില്ല. താഴെയുള്ള സ്പ്രേ മാത്രം ചെയ്തത്. അപ്പോൾ സ്പ്രേ ഇത് ചെയ്യുമ്പോൾ സിമെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ നാടിൻ്റെ ജനങ്ങൾക്ക് ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ അത് അങ്ങനൊന്നും സംഭവിക്കില്ല, അത് സ്ട്രോങ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പം അതിൻ്റെ പരിണാമമാണ് ഇവിടെ കാണുന്നത്. ഇത് അങ്ങോട്ട് മാലിയിട്ടുണ്ട്. പക്ഷേ ഏത് സമയത്തും ഇത് എക്സ്പ്രസ് ഹൈവേക്ക് വീഴുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ ഒരു നിരന്തരമായ ശ്രമം നടത്തി പരിഹാരം ഇതിൽ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ റോഡ് ഒരു അപകടത്തിലാണ്. നാട്ടുകാരെ പ്രക്ഷോഭമുണ്ടാവും. സമരസമിതി ഭാരവാഹികളായ അബ്ദുൽ ജബ്ബാർ ബഹ്റൈൻ, ഹസൈനാർ, അലിക്കുട്ടി, അഷ്റഫ് ബഡാജെ, സഞ്ജീവ ഷെട്ടി, ബഷീർ കനില, കുഞ്ഞമോനു ബേട്ടി എന്നിവർ സ്ഥലത്തെത്തി തകർന്ന റോഡ് പരിശോധിച്ചു. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം കരാർ കമ്പനിയുടെ ഓഫീസിന് മുന്നിൽ അലാം മുഴക്കി പ്രതിഷേധിക്കുമെന്നും സമരസമിതി മുന്നറിയിപ്പ് നൽകി. റോഡിൻ്റെ പണി പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് റോഡിനെ കൊണ്ടുപോയി ഇടുന്നുണ്ടെങ്കിൽ ഇത് നാളെ പണി കഴിഞ്ഞ് ഇവർ പോയതിന് ശേഷം ഈ റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാനുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കൃത്യമായി മാറ്റിക്കളഞ്ഞുകൊണ്ട് പുതുതായി ഇതിന് അവിടുന്ന് അവിടേക്ക് ഒപ്പിച്ചു പോകേണ്ടതല്ലാതെ ഇത് കൃത്യമായി മാറ്റി പുതുതായി ഇത് ചെയ്ത് നിർമ്മിക്കണമെന്നും അതുപോലെ തന്നെ ഇതിനിവിടെ ആരാണോ ഈ
ഇതിന് എഞ്ചിനീയർ ആരാണോ നേതൃത്വം കൊടുത്തത് ആ എഞ്ചിനീയറെ കൃത്യമായി ഈ വകുപ്പിൽ ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇത് കൃത്യമായ ഒരു അന്വേഷണം പോലും നടക്കേണ്ടതുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിന് ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ജൂലൈ 19 നടക്കും. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിക്കാൻ പോകുന്ന കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ജൂലൈ 19 കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് വെച്ച് നടക്കും. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത മുഖ്യാതിഥിയായി പങ്കെടുക്കും. ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് പൊതുയോഗം നടക്കുക. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും. ഗ്രന്ഥലോകം ചീഫ് എഡിറ്റർ PVK പനയാൽ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് AK ശശിധരൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിക്കും. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി T രാജൻ നന്ദിയും പറയും. വാർത്താ സമ്മേളനത്തിൽ KV കുഞ്ഞിരാമൻ, PVK പനയാൽ, ഡോക്ടർ P പ്രഭാകരൻ, P ബിജു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പഴയ കാലത്തിന്റെ വറുതിയുടെ ഗൃഹാതുര സ്മരണയുയർത്തി അടൂട്ട് ശ്രീ വനദുർഗ ക്ഷേത്രത്തിന്റെ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇനിയുള്ള 30 ദിനങ്ങൾ രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ദുരിത ദിനങ്ങളെ രാമായണ ശിലുകൾ കൊണ്ട് മറികടക്കാൻ ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ മാസാചരണത്തിന് തുടക്കമായി. പഴയ കാലത്തിന്റെ വറുതിയുടെ ഗൃഹാതുര സ്മരണയുണർത്തി അടൂട്ട് ശ്രീ വനദുർഗ ക്ഷേത്രത്തിലും രാമായണ മാസാചരണത്തിന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. വെള്ളിക്കൂത്ത് വി രവീന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കുന്നത്ത് നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. പള്ളിക്കാപ്പിൽ നാരായണൻ, V രാമചന്ദ്രൻ, NV തമ്പാൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി നിതേഷ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തയ്യൽ തൊഴിലിൽ സന്തോഷം കണ്ടെത്തുന്ന അമ്മമാർ. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാരാണ് തയ്യൽ തൊഴിലിൽ പരിശീലനം നേടിയത്. ഇവർ തയ്ച്ച വസ്ത്രങ്ങൾ ഇരിയ മുട്ടിച്ചരലിലെ സായി ശ്രീ ഗാർമെന്റ് സ്റ്റോറിലൂടെ വിൽപ്പന ചെയ്യും. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുവാനായി ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള സൗജന്യ തയ്യൽ പരിശീലനം നൽകി വരികയാണ്. എൻഡോസൾഫാൻ അതിജീവിതർക്കും നിർധനർക്കും ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള എന്ന നന്മവരം തണലായിട്ട് 25 വർഷത്തിലധികമായി. നിരാലംബരുടെ അരികിൽ ക്ഷണിക്കാതെ എത്തുന്ന അതിഥിയായി സഹജീവികളുടെ കണ്ണീരൊപ്പാൻ സ്വന്തം കൈകൾ നീട്ടുന്ന KN അനന്തകുമാറും ഒരു കൂട്ടം പ്രവർത്തകരും ചേർന്ന് 1996 പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. 1200 രൂപ വാടക കെട്ടിടത്തിൽ കവടിയാർ ഗാർഡൻസിൽ 5 അനാഥ കുട്ടികളെയും കൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് ഏകദേശം 117 പദ്ധതികളും 200 പ്രൊജക്ടുകളും 246 ജീവനക്കാരും 1000-ലധികം അന്തേവാസികളുമായി കേരളത്തിലെ ഏറ്റവും വലിയ NGO ആയി ജൈത്രയാത്ര തുടരുകയാണ്. ഒരു വർഷം മുമ്പ് ഏകദേശം 25 അമ്മമാരെ ടൈലറിംഗ് ട്രെയിനിങ് സെൻ്ററിൽ സായിശ്രീ എന്ന പേരിൽ മെഷീൻ മേടിച്ചിട്ട് ആ മെഷീൻ അവർക്ക് പരിശീലനം ആരംഭിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ വസ്ത്രങ്ങൾ, ഉടുപ്പുകൾ എല്ലാം തയ്ക്കാൻ തുടങ്ങി. അതിലെല്ലാം അവർ വളരെയധികം കോമ്പീറ്റൻ്റ് ആയതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ സായി ട്രസ്റ്റ് തന്നെ കട വാടകയ്ക്കെടുത്ത് അഡ്വാൻസ് കൊടുത്ത് ആ വാടക സായി ട്രസ്റ്റ് തന്നെ നൽകാമെന്ന ധാരണയിൽ ഇവരുടെ ഒരു ഗാർമെൻറ്റ് ഷോപ്പ് കാഞ്ഞങ്ങാട് ആരംഭിച്ചു. തീർച്ചയായിട്ടും ചരിത്രപരമായ ഒരു നിമിഷമായിരുന്നു. അവരുടെ അധ്വാനം അവർക്ക് നിത്യവരുമാനത്തിലോട്ട് കടക്കുകയാണ് ഈ കുടുംബശ്രീകൾ. വിശാല, ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുമാടത്തുള്ള സായി ഗ്രാമത്തിൽ നിന്നും 30ഓളം പേർ ചേർന്നാണ് തയ്യൽ ജോലി ചെയ്യുന്നത്. അമ്മമാർ ചേർന്ന് തയ്ച്ച ചൂരിദാർ, നൈറ്റി, യൂണിഫോം തുടങ്ങിയ വസ്ത്രങ്ങൾ സായി ശ്രീ ഗാർമെന്റ് സ്റ്റോറിൽ ലഭ്യമാണ്. നല്ല പ്രവർത്തനമാണ്. എല്ലാവരും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്.
നല്ല ഭംഗിയായിട്ട് അടിക്കുന്നത്. ഇപ്പം കട്ട് ചെയ്യാനും പഠിച്ചുകൊണ്ട് വരുന്നത്. ഇരിയ മുട്ടിച്ചരലിലുള്ള സായി ശ്രീ ഗാർമെന്റ് സ്റ്റോറിലെത്തി ആളുകൾക്ക് ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ വാങ്ങാം. ആവശ്യക്കാർ തുണികൾ എത്തിച്ചു നൽകിയാൽ വസ്ത്രങ്ങൾ തയ്ച്ചു നൽകും. അതിലൂടെ ലഭിക്കുന്ന വരുമാനം ആശ്വാസമേകുന്നത് നിരവധി കുടുംബങ്ങൾക്കാണ്. രാപ്പകലില്ലാതെ ഇവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിന് വേണ്ടിയാണ്. വെറും 9 ആൺകുട്ടികൾക്ക് അഭയം നൽകുന്ന ഒരു അനാഥാലയം അടയാളപ്പെടുത്തിയ ഒരു എളിയ തുടക്കം മുതൽ ഇന്നത്തെ നേട്ടങ്ങൾ ട്രസ്റ്റിന്റെ ഉത്സാഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും തിളക്കമാർന്ന സാക്ഷ്യപത്രങ്ങളായി തുടരുന്നു. ക്യാമറമാൻ ദിനേശനോടൊപ്പം സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയയാൾ അറസ്റ്റിൽ. കുണിയ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലയിൽ ദുരിതപ്പെയ്ത്തിൽ വ്യാപക നാശനഷ്ടം. മലയോര മേഖലകളിൽ ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശം. പഞ്ഞമാസത്തിന്റെ ദോഷങ്ങൾ അകറ്റാൻ വടക്കേ മലബാറിലെ വീടുകളിൽ കർക്കടക തെയ്യങ്ങൾ എത്തി. ഗ്രാമവഴികളിൽ നടന്നുവരുന്ന കുട്ടിത്തെയ്യങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകം. കാസർഗോഡ് പെർള അടുക്കയിൽ പിതാവിന്റെ മരണത്തിന് പിന്നാലെ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പിതാവിന്റെ വിയോഗം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തതെന്ന് സംശയം. മൊബൈൽ ഫോൺ നിരക്ക് വർധനയിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹൊസങ്കടി ദേശീയപാത മേൽപ്പാലത്തിന് സമീപം നിർമ്മിച്ച സർവീസ് റോഡ് ആദ്യ മഴയിൽ തന്നെ തകർന്നു. കരാർ കമ്പനിക്കെതിരെ പ്രതിഷേധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.